നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM-ന്റെ അക്രമരാഷ്ട്രീയത്തിനെതിരെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ജനുവരി 2-ന് BJP സ്വാതന്ത്ര്യ സംരക്ഷണ പദയാത്ര സംഘടിപ്പിക്കും. കേൾഗുഡെ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ. കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയാൻ പ്രതീഷ് ഷെഴോമിന് നിയോഗം. കളിമണ്ണിൽ വിസ്മയം തീർത്ത കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിലെ രേവതിക്ക് കേന്ദ്ര സർക്കാരിന്റെ ടാലന്റ് റിസർച്ച് അവാർഡ്. നീലേശ്വരം വടക്കേ പുലിയന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിറച്ചാർത്ത് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സംഘടിപ്പിച്ചത് ചിറ്റാരിക്കാൽ BRC. വാർത്തകൾ വിശദമായി. CPM-ന്റെ അക്രമരാഷ്ട്രീയത്തിനെതിരെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ജനുവരി 2-ന് BJP സ്വാതന്ത്ര്യ സംരക്ഷണ പദയാത്ര സംഘടിപ്പിക്കും. നേതാക്കൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പോലീസ് കഴിഞ്ഞ ചീമേനി പൊതുയോഗം അലങ്കോലപ്പെടുത്തുമ്പോൾ നോക്കി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിഷ്ക്രിയമായി പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് അവിടെ വാസ്തവത്തിൽ CPM ആക്രമിക്കാനുള്ള അവസരമുണ്ടാക്കി. അപ്പം പോലീസ് മുഖം നോക്കാതെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. CPM-നെ ഭയമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്. CPM-ന്റെ നേതൃത്വം പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു പോഷക സംഘടനയായിട്ട് പോലീസ് സേനയെ മാറ്റിയിരിക്കുകയാണ്. പദയാത്ര രാവിലെ 10 മണിക്ക് ചെറുവത്തൂരിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 മണിക്ക് ചീമേനി ടൗണിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ, RSS പ്രാന്തീയ കാര്യകാരി വത്സൻ തിലങ്കേരി എന്നിവർ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് K ശ്രീകാന്ത്, A വേലായുധൻ, M ഭാസ്കരൻ, രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. കേൾഗുഡെ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ വാർഷിക മഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. 3 ദിവസങ്ങളിലായി നടന്ന കേളുഗുഡെ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ വാർഷിക മഹോത്സവം സമാപിച്ചു. വൻ ഭക്തജനമാണ് അയ്യപ്പ മന്ദിരത്തിലുണ്ടായത്. വിവിധങ്ങളായ പൂജകളും കാഴ്ച, ശോഭയാത്ര തുടങ്ങിയ പരിപാടികളും മഹോത്സവത്തിന് മാറ്റുകൂട്ടി. വിവിധ ഭജന സംഘങ്ങളിൽ നിന്നുള്ള ഭജനയും ഉത്സവത്തിന്റെ ശ്രദ്ധാകവചമായി മാറി. സാമൂഹിക ശനീശ്വര പൂജ, മഹാപൂജ, ഹരികഥ, കാഴ്ച സമർപ്പണം എന്നിവയും ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. സൂര്യോദയത്തിൽ ദീപവിസർജനം നടത്തിയതോടെയാണ് മഹോത്സവത്തിന് സമാപനമായത്. വരകളും വർണ്ണങ്ങളും അഭിനയ നിർമ്മാണ കളരികളുമായി വടക്കേ പുലിയന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിറച്ചാർത്ത് എന്ന പേരിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചിറ്റാരിക്കാൽ BRC-യുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. രണ്ട് കൈകളുമില്ലാതിരുന്നിട്ടും കാൻവാസിൽ വർണ്ണവിസ്മയം തീർത്ത് വൈശാഖേറ്റു കൊടുക്ക സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സർവശിക്ഷാ അഭിയാന്റെ ചിറ്റാരിക്കാൽ BRC-യുടെ ആഭിമുഖ്യത്തിലാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള സഹവാസ ക്യാമ്പ് നടന്നത്. സംഘാടക സമിതി കൺവീനർ P രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കിന്നാനൂർ കിടന്തള പഞ്ചായത്ത് പ്രസിഡന്റ് A വിധുബാല ചടങ്ങിലെ മുഖ്യാതിഥിയായി. PM സുകുമാരൻ, KP ബാബു, ജസ്ന ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കായുള്ള സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായി ദ്വിദിന ക്യാമ്പ് ഇന്നും നാളെയുമായി ഈ സ്കൂളിൽ നടക്കുകയാണ്. ഭിന്നശേഷിയുള്ള കുട്ടികളും അവർക്ക് പ്രത്യേകത്തിലുള്ള ശേഷികളും കഴിവുകളും കണ്ടെത്താനും അത് പരിപോഷിപ്പിക്കാനും ഉതകുന്ന തരത്തിൽ വിവിധ പരിപാടികളിലൂടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്.
അരങ്ങ്, വർണ്ണക്കൂട്, കളിക്കാം, രസിക്കാം, കണ്ടെത്താം, പറയാം, കഥ പറയും നേരം എന്നിവയിലൂടെ നടക്കുന്ന ക്യാമ്പ് പ്രവർത്തനങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ വർക്ക്ഷീറ്റ് ഉപയോഗിച്ച് മൂല്യനിർണ്ണയവും ചെയ്യും. അനൂപ് കല്ലത്ത്, ജസ് ജോസഫ്, ഷിനി ഫിലിപ്പ്, ഗ്രേസമ്മ, ഷേർലി എന്നിവരും നേതൃത്വം നൽകി. കുട്ടികൾക്ക് നല്ലൊരു പ്രോത്സാഹനമാണ്. പിന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അടക്കിപ്പെട്ടിരുന്നൊരു കുട്ടിയാണ്, അവന് ഇതിലേക്ക് ഇറക്കിയിട്ടാണ് നല്ലൊരു, എനിക്കാണെങ്കിൽ സന്തോഷമുണ്ട് അതിൽ ഇറക്കുന്ന കാര്യത്തിലും. പിന്നെ ക്യാമ്പായിട്ട് 2-3 വർഷമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ പോകുന്നുണ്ട് എല്ലാ ക്യാമ്പിനും. പിന്നെ ഇവരുടെ എല്ലാ പരിപാടിയിലും നമ്മൾ നല്ലൊരു പ്രോത്സാഹനമാണ് നമ്മൾ രക്ഷിതാക്കളിൽ നിന്നും കിട്ടുന്നത്. വിഷക്കാറ്റ് ടെലിഫിലിം പ്രദർശനം, ഉമേഷ് ചെറുവത്തൂരിന്റെ മാതൃക പ്രകടനം എന്നിവയും ക്യാമ്പിൽ നടന്നു. കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയാൻ നിയോഗം പ്രതീഷ് ഏഴോമിന്. കഴിഞ്ഞ ദിവസം നടന്ന വരച്ചുവെക്കൽ ചടങ്ങിലാണ് ഭഗവതിയുടെ കോലം ധരിക്കാനുള്ള അവകാശം പ്രതീഷ് ഏഴോമിന് നൽകിയത്. ആദിമുച്ചിലോടായ കരിവള്ളൂരിന്റെ തിരുസന്നിധി 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു പെരിങ്കളിയാട്ട മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രമുഖ ജ്യോത്സ്യനും മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രശ്നചിന്ത നടത്തുന്നതിനുള്ള ജന്മാവകാശിയുമായ CP രാഘവൻ ജ്യോത്സ്യരുടെ നേതൃത്വത്തിലാണ് കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് നടന്നത്. MV തമ്പാൻ പണിക്കർ, പിലിക്കോട്, സുകേഷ് കോയങ്കുര ജ്യോത്സ്യർ എന്നിവരും പ്രശ്നചിന്തയിൽ സഹായികളായി പ്രവർത്തിച്ചു. ആദ്യമുച്ചിലോട്ടായ കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ കോലമണിയാൻ ഭാഗ്യം ലഭിച്ചത് പ്രതീഷ് ഏഴോമിനാണ്. സാധാരണ മണക്കാടന്മാർക്കാണ് ഭഗവതിയുടെ കോലം ധരിക്കാനുള്ള അവകാശം. തളിപ്പറമ്പ് ഏഴോത്തെ കൃഷ്ണൻ കല്യാണി ദമ്പതികളുടെ മകനാണ് പ്രതീഷ്. വ്യാഴാഴ്ച കണ്ണൂർ ചിറക്കൽ കോവിലകത്ത് തമ്പുരാനിൽ നിന്നും കച്ചും ചുരികയും ഏറ്റുവാങ്ങുന്നതോടെ കോലധാരി കരിവള്ളൂർ മണക്കാടനായി ആചാരപ്പെടും. ജനുവരി 7 മുതൽ 12 വരെയാണ് കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരിങ്കളിയാട്ട മഹോത്സവം. കളിമണ്ണിൽ വിസ്മയം തീർത്ത കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ UPU സ്കൂളിലെ രേവതിക്ക് കേന്ദ്ര സർക്കാരിന്റെ ടാലന്റ് റിസർച്ച് അവാർഡ് സ്കോളർഷിപ്പ്. ഇന്ത്യയിൽ ഈ അംഗീകാരം നേടിയ 3 ബാലശില്പികളിൽ ഒരാളാണ് രേവതി. കൊടക്കാട് ഓറോട്ടിച്ചാലിലെ ബാബുവിൻ്റെയും ലീലയുടെയും മകളായ ഈ 7ാം ക്ലാസ്സുകാരി കേന്ദ്ര സ്കോളർഷിപ്പ് നേടിയതോടെ കേരളത്തിന് തന്നെ അഭിമാനമായി മാറി. ആർട്ടിസ്റ്റ് തൃക്കരിപ്പൂർ രവീന്ദ്രൻ്റെ ശിക്ഷണത്തിൽ ശില്പകലയുടെ ശാസ്ത്രീയത അഭ്യസിച്ച രേവതി തിരുവനന്തപുരത്ത് നടന്ന ശില്പനിർമ്മാണ പരീക്ഷയിൽ വിജയിച്ചാണ് ഈ അംഗീകാരം നേടിയത്. യാത്ര എന്ന വിഷയത്തിൽ തുഴവഞ്ചിയിലെ യാത്രക്കാരനെയാണ് രേവതി കളിമണ്ണിൽ തീർത്തത്. ഇതുപോലെ 29 സംസ്ഥാനങ്ങളിലും പരീക്ഷ നടന്നിരുന്നുവെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരിൽ ഒരാൾ രേവതിയായിരുന്നു. പ്രതിമാസം 1150 രൂപയാണ് സ്കോളർഷിപ്പ്. രേവതിയുടെ ശില്പങ്ങളുടെ പ്രദർശനം ജനുവരിയിൽ കാഞ്ഞങ്ങാട്ടെ കേരള ലളിതകലാ ആർട്ട് ഗാലറിയിൽ നടത്തും. ചിലമ്പൊലി എന്ന പേരിൽ കാലിച്ചാമരത്ത് സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടികൾക്ക് സമാപ്തി. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ 100 കണക്കിന് ആസ്വാദകർ കലാവിരുന്നിൽ പങ്കെടുത്തു. ചിലമ്പൊലി 2016 എന്ന പേരിൽ DYFI കരിന്തളം മേഖലാ കമ്മിറ്റിയും ബാലസംഘം കരിന്തളം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയും സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളിൽ 315 പോയിന്റ് നേടി DYFI മുക്കട യൂണിറ്റ് 1ാം സ്ഥാനവും 230 പോയിന്റോടെ DYFI പള്ളിപ്പാറ യൂണിറ്റ് 2ാം സ്ഥാനവും നേടി. 179 പോയിന്റ് നേടിയ പരപ്പച്ചാൽ യൂണിറ്റിനാണ് 3ാം സ്ഥാനം. സമാപന സമ്മേളനം CPM നീലേശ്വരം ഏരിയ സെക്രട്ടറി TK രവി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി വൈസ് ചെയർമാൻ കൈനി മോഹനൻ അധ്യക്ഷനായിരുന്നു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് AV ദുബാല നിർവഹിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത്, ബാലസംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MV രതീഷ്, K ലക്ഷ്മണൻ, പാറക്കോൽ രാജൻ, K സതീശൻ എന്നിവർ സംസാരിച്ചു. P ലോജിത്ത് സ്വാഗതവും V അമ്പൂഞ്ഞി നന്ദിയും പറഞ്ഞു. 4 ദിനരാത്രങ്ങളിലായി കണ്ണകി, സുരരാഗം, മഷിക്കൂട് എന്നീ വേദികളിലാണ് കലാമത്സരങ്ങൾ നടന്നത്. പ്രൈമറി കുട്ടികൾ മുതൽ യുവാക്കൾ വരെ വേദികളിൽ കലാപ്രകടനങ്ങളുമായി എത്തി. 80 ഇനങ്ങളിലായി 500-ലധികം കലാകാരന്മാരാണ് മാറ്റുരച്ചത്. വൻ ജനപങ്കാളിത്തത്തോടെയാണ് ചിലമ്പൊലി 2016 നടന്നത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും മലബാർ വാർത്താ സബ് എഡിറ്ററുമായ BC ബാബുവിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. സായാഹ്ന പത്രപ്രവർത്തന രംഗത്ത് മാറ്റത്തിന് തുടക്കമിട്ട മുതിർന്ന പത്രപ്രവർത്തകൻ BC ബാബു അന്തരിച്ചു. 51 വയസ്സായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രോഗബാധയെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന BC ബാബുവിനെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് അന്ത്യം. മൃതദേഹം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ BC ബാബുവിന്റെ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. മന്ത്രി E ചന്ദ്രശേഖരൻ, P കരുണാകരൻ MP, K കുഞ്ഞിരാമൻ MLA, മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ,
എം നാരായണൻ, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, മടിക്കി കമാരൻ, വിനോദ് കുമാർ പള്ളയിൽ വീട്, പ്രസ് ഫോറം പ്രസിഡന്റ് K ബാബു, സെക്രട്ടറി EV ജയകൃഷ്ണൻ, സിറ്റി ചാനൽ MD TV മോഹനൻ, C യൂസഫ് ഹാജി, A ഹമീദ് ഹാജി, കാസർഗോഡ് പ്രസ് ക്ലബ് സെക്രട്ടറി രവീന്ദ്രൻ, ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത്, ജന്മദേശം പത്രാധിപർ മാനുവൽ കുറിച്ചിത്താനം, വിനോദ് കുമാർ പള്ളയിൽ വീട്, കോവൽ ദാമോദരൻ, കാറ്റാടി കുമാരൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. 11 മണിയോടെ വെള്ളിക്കോത്തെ വസതിയിലെത്തിച്ച മൃതദേഹത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. മൃതദേഹം സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. സുലൈഖയാണ് ഭാര്യ. CBS ബാബു, ജോജി S ബാബു, അനന്യ തുടങ്ങിയവരാണ് മക്കൾ. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജില്ലാ സപ്ലൈ ഓഫീസർ M വിജയന് യാത്രയയപ്പ് നൽകി. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. സർവീസിൽ നിന്നും വിരമിക്കുന്ന ജില്ലാ സപ്ലൈ ഓഫീസർ M വിജയന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ റീജിയണൽ മാനേജർ സനില യാത്രയയപ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് T തമ്പാൻ അധ്യക്ഷനായി. വെള്ളരിക്കുണ്ട് താലൂക്ക് സപ്ലൈ ഓഫീസർ രമേശൻ, ഹോസൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ നാരായണൻ, ബിന്ദു, KC രവി, സുരേന്ദ്രൻ, രാജേന്ദ്രൻ, N ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. BJP സംസ്ഥാന കൗൺസിൽ അംഗവും കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ SK കുട്ടൻ അന്തരിച്ചു. മൃതദേഹം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. മുതിർന്ന BJP നേതാവും കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന SK കുട്ടൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. കോട്ടച്ചേരി പടിഞ്ഞാറേക്കരയിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കൊഴിഞ്ഞുവീണ SK കുട്ടനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. RSSലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ SK കുട്ടൻ നിരവധി തവണ BMS ജില്ലാ സെക്രട്ടറി, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ്, BJP ജില്ലാ കമ്മിറ്റി അംഗം തുടങ്ങിയ സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിരുന്നു. നിലവിൽ കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റും BJP സംസ്ഥാന കൗൺസിൽ അംഗവുമാണ്. രാഷ്ട്രീയത്തിനതീതമായ സുഹൃത്ത് ബന്ധങ്ങളുടെ ഉടമയായ SK കുട്ടന്റെ ദേഹവിയോഗം അറിഞ്ഞ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ടൗൺഹാൾ പരിസരത്ത് നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു. മന്ത്രി E ചന്ദ്രശേഖരൻ, K കുഞ്ഞിരാമൻ MLA, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ, BJP ദേശീയ കൗൺസിൽ അംഗം മടിക്കി കമാരൻ, നഗരസഭാ ചെയർമാൻ VV രമേശൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, KP സതീഷ് ചന്ദ്രൻ, ബഷീർ വെള്ളിക്കോത്ത്, കാറ്റാടി കുമാരൻ, വിനോദ് കുമാർ പള്ളയിൽ വീട്, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് MC ജോസ്, സിറ്റി ചാനൽ MD TV മോഹനൻ, പ്രസ് ഫോറം പ്രസിഡന്റ് K ബാബു, C യൂസഫ് ഹാജി, A ഹമീദ് ഹാജി, ഖാലിദ് പാലക്കി, H ശിവദത്ത്, ശിവജി വെള്ളിക്കോത്ത്, പാലക്കി കുഞ്ഞാമദ് ഹാജി തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെ മൃതദേഹം വിലാപയാത്രയായി പടിഞ്ഞാറക്കരയിലെ വസതിയിൽ എത്തിച്ചു. നാട്ടുകാരും അനുയായികളും ഉൾപ്പെടെ വൻ ജനാവലി ഇവിടെ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. പിന്നീട് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. തങ്കമണിയാണ് ഭാര്യ. വിനയൻ, വിവേക് എന്നിവർ മക്കളാണ്. കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന SK കുട്ടന്റെയും പ്രമുഖ മാധ്യമപ്രവർത്തകൻ BC ബാബുവിന്റെയും വേർപാടിൽ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രി, സ്കൂൾ ഓഫ് നഴ്സിംഗ്, മലയാളം ടുഡേ, ബിഗ് മാൾ സ്റ്റാഫ് അംഗങ്ങളുടെയും മാനേജ്മെന്റിന്റെയും വിദ്യാർത്ഥികളുടെയും സംയുക്ത യോഗം അനുശോചിച്ചു. കാഞ്ഞങ്ങാട് മേഖലയിൽ സമാധാനത്തിനും നാടിന്റെ വികസനത്തിനും SK കുട്ടന്റെ സംഭാവനകൾ വിസ്മരിക്കാനാകില്ലെന്ന് യോഗം അനുസ്മരിച്ചു. ചെയർമാൻ C കുഞ്ഞാമദ് പാലക്കി അധ്യക്ഷത വഹിച്ചു. മലയാളം ടുഡേ മാനേജിംഗ് എഡിറ്റർ C ഷംസുദ്ദീൻ, C ഖാലിദ്, പ്രിൻസിപ്പൽ ത്രേസ്യാമ കുര്യൻ എന്നിവർ സംസാരിച്ചു. KSTA താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ഹൊസങ്കടി ഹിൽസൈഡ് ഹാളിലായിരുന്നു പരിപാടി. KSTA താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടന്നത്. മഞ്ചേശ്വരം ഹൊസങ്കടി ഹിൽസൈഡ് ഹാളിലായിരുന്നു പരിപാടി. ടൈലർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ടൈലറിംഗ് മെഷീൻ വാങ്ങുക തുടങ്ങിയ വിഷയങ്ങൾ കൺവെൻഷനിൽ ചർച്ച ചെയ്തു. കൺവെൻഷൻ KSTA താലൂക്ക് സമിതി അധ്യക്ഷൻ രാമു പൊയ്യത്തട്ടയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹർഷാദ് വർക്കാടി ഉദ്ഘാടനം ചെയ്തു. ಸವಲತ್ತುಗಳಿಗೋಸ್ಕರ, ನ್ಯಾಯಕ್ಕೋಸ್ಕರ ಬಹಳ ಸಂಘಟಿತವಾಗಿ 1983ರಲ್ಲಿ ಸ್ಥಾಪನೆಗೊಂಡಂಥ ಒಂದು ಸಂಘಟನೆ ಕೇರಳ ಸ್ಟೇಟ್ ಟೈಲರ್ಸ್ ಅಸೋಸಿಯೇಷನ್. ಒಳ್ಳೆಯ ಪರಿಕಲ್ಪನೆಯೊಂದಿಗೆ ಈ ಸಂಘಟನೆ ನೆಲೆಗೊಂಡಿದೆ. ರಾಜ್ಯಕ್ಕೆ ಅತೀತವಾಗಿ ಯಾವುದೇ ರಾಜಕೀಯವನ್ನು ಇದು ಮಾಡದೆ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಎಲ್ಲರನ್ನು ಒಗ್ಗೂಡಿಸಿಕೊಂಡು
പരിപാടിയിൽ രാമൻ ചെന്നിക്കര, രാമചന്ദ്ര ഭട്ട്, മനോജ് ഷെട്ടി, ബാലകൃഷ്ണ ഷെട്ടി, ശങ്കരൻ അണങ്കൂർ, ഭാസ്കരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ വയോധികയെ മരിച്ചതായി കണ്ടെത്തി. പുത്തൂർ ഹാറാടിയിലെ കാറടുക്ക പരിസരത്തെ വാടക വീട്ടിലാണ് മൃതശരീരം കണ്ടെത്തിയത്. 77 വയസ്സ് പ്രായം തോന്നിക്കുന്ന വിനോദിനി കാമത്തിനെയാണ് പുത്തൂർ ഹാറാടിയിലെ കാറടുക്ക പരിസരത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതശരീരം കാണപ്പെടുമ്പോൾ കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. വീടിനകത്ത് രക്തം തളം കെട്ടി നിൽക്കുന്നതിനാൽ കട്ടിയുള്ള ആയുധം കൊണ്ട് അടിയേറ്റിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ಇದು ಲಾಭಕ್ಕಾಗಿ ಕೊಲೆ ಆಗಿದೆ ಅಂತ ಒಂದು ಪ್ರಿಲಿಮಿನರಿ ಡೌಟ್ ಇದೆ. ಈ ವಿಚಾರದಲ್ಲಿ ಬೇಗನೆ ಪತ್ತೆ ಮಾಡೋದಕ್ಕೋಸ್ಕರ ನಮ್ಮ ಅಸಿಸ್ಟೆಂಟ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಶ್ರೀ ರಿಶಾಂತ್ ಇವರ ನೇತೃತ್ವದಲ್ಲಿ ನಾವು ಒಂದು ತಂಡ ರಚನೆ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ದಟ್ ಇಸ್ ಸ್ಟಿಲ್ ಅಂಡರ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್. ಈಗ ನಾವು ಅವ್ರ ಮನೆಯವ್ರ ಜೊತೆಗೆ ಅದೇ ಮಾತಾಡ್ತಾ ಇದ್ವಿ. ಬಟ್ ಅಪರೆಂಟ್ಲಿ ಲೇಡಿ ವಾಸ್ ವೆರಿ ಪೂವರ್ ಲೇಡಿ. ಅಂತ ಏನು ಮನೆಯಲ್ಲಿ ಜಾಸ್ತಿ ಆಸ್ತಿ ಪಾಸ್ತಿ ಇರಲಿಲ್ಲ. ಅವರು ಏನು FD ವಗೇರ ಮಾಡಿಟ್ಟಿದ್ದರು. ಅದರಿಂದ 1,000, 3,000, 4,000 ರೂಪಾಯಿ ಅವ್ರದ್ದು ಇನ್ಕಮ್ ಇತ್ತು. ಅದರಲ್ಲಿ ಅವರು ಜೀವನ ನಿರ್ವಹಣೆ ಮಾಡಬೇಕು. പുത്തൂർ നിവാസിയായ വിനോദിനി മകളുടെ കല്യാണശേഷം സ്വന്തം വീട് വിറ്റ് മകളുടെ കൂടെയായിരുന്നു താമസം. എന്നാൽ പിന്നീട് അവിടെ നിന്നും മാറി പുത്തൂരിലെ ഹാറാടിയിൽ വാടക വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. കഴുത്തിലും കാതിലുമുള്ള ആഭരണങ്ങളും ബാങ്കിലുള്ള ചെറിയ തുകയും മാത്രമാണ് വിനോദിനിക്കുള്ള ആകെയുള്ള സമ്പാദ്യമെന്ന് പറയപ്പെടുന്നു. കൊലയ്ക്ക് പുറമെ വീട്ടിലെ അലമാരകളും കുത്തിത്തുറന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ മോഷണ ശ്രമത്തിനിടയിലുള്ള അക്രമമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് നിഗമനം. പുത്തൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM-ന്റെ അക്രമരാഷ്ട്രീയത്തിനെതിരെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ജനുവരി 2-ന് BJP സ്വാതന്ത്ര്യ സംരക്ഷണ പദയാത്ര സംഘടിപ്പിക്കും. കേൾഗുഡ്ഡെ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് 100 കണക്കിന് ഭക്തജനങ്ങൾ. കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയാൻ പ്രതീഷ് ഷെഴോമിന് നിയോഗം. കളിമണ്ണിൽ വിസ്മയം തീർത്ത കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ UPU സ്കൂളിലെ രേവതിക്ക് കേന്ദ്ര സർക്കാരിന്റെ ടാലന്റ് റിസർച്ച് അവാർഡ്. നീലേശ്വരം വടക്കേ പുലിയന്നൂർ ഗവൺമെന്റ് LPU സ്കൂളിൽ നിറച്ചാർത്ത് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സംഘടിപ്പിച്ചത് ചിറ്റാരിക്കാൽ BRC. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.